ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് വേണ്ടുന്ന സകല പ്രൊവിഷനും ഒരുക്കിയിട്ടായിരിക്കും ദൈവം നമ്മളെ പ്ലേസ് ചെയ്യുന്നത്. ദൈവം നമ്മളെ ഒരു ദേശത്താക്കുന്നെങ്കിൽ, ദൈവം നമ്മളെ ഒരു കുടുംബത്തിലാക്കുന്നെങ്കിൽ, ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കുന്നെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രൊവിഷനുണ്ട്. നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഓടി നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഈ പ്രൊവിഷനുകളെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും, നമ്മൾ അലയേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവം പ്ലേസ് ചെയ്യുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരത്തില്ല. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന പ്രൊവിഷൻ എവിടെയുണ്ടെന്ന് കൃത്യമായി ദൈവം വെളിപ്പെടുത്തും. അന്നേരം പറയും, അബ്രഹാമേ, നീ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. ആ കാട്ടിനകത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് ഉരുകി കിടപ്പുണ്ട്, നീ തിരിഞ്ഞു നോക്ക്, നിന്റെ പ്രൊവിഷൻ അവിടെ ഉണ്ട്, തിരിഞ്ഞു നോക്ക്. മോശയോട് പറയും, നിന്റെ മുമ്പിൽ നീ ഇപ്പം കാണുന്നത് ചെങ്കടല, പക്ഷെ നിന്റെ മുമ്പിൽ നീ കാണാത്ത ഒരു പ്രൊവിഷൻ കിടപ്പുണ്ട്. നിന്റെ കയ്യിൽ ഒരു വടി ഇരിക്കുന്നില്ലേ, ഈ വടിക്കകത്താണ് നിന്റെ പ്രൊവിഷൻ ഇരിക്കുന്നേ. ആമേൻ. ഈ മരുഭൂമിയുടെ നടുവിൽ നീ കാണാത്തൊരു ഉറവയുടെ ഒരു പ്രൊവിഷൻ കിടപ്പുണ്ട്. നിനക്കിപ്പം കാണാനൊക്കുന്നില്ല. നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം.